ഫ്രീ ഫയറിൽ BR റാങ്ക് സീസൺ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഫ്രീ ഫയർ കണ്ടിന്യൂ, അതായത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ സർവർ. ഇപ്പോഴും നമ്മുടെ ഫ്രീ ഫയറിന്റെ ഇന്ത്യൻ സർവർ ഇപ്പോഴും ഷട്ട് ഡൗൺ ആയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും 1-2 ദിവസത്തിന് ശേഷം മനസ്സിലാക്കാം നമ്മുടെ ഇന്ത്യയിൽ ഫ്രീ ഫയർ ഇന്ത്യൻ സർവർ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സർവർ ഇഷ്യൂ ഡൗൺ ആവാൻ പോകുന്നത്, സർവർ ഡൗൺ ആവാൻ പോകുന്നത്. ഫ്രീ ഫയറിന്റെ സർവർ ഡൗൺ ആവുന്നത് നമുക്ക് സാഡ് ന്യൂസ് ആണ് ഗൈസ്. നമ്മൾ എല്ലാവരും സെഡ് ആവുന്നതായിരിക്കും. ആരും കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗുഡ് ന്യൂസ് ആണ്, സന്തോഷ വാർത്തയാണ് ഗൈസ് പറയാൻ പോകുന്നത്. കാരണം ഫ്രീ ഫയർ ബാൻ ആയി കഴിഞ്ഞാൽ അഥവാ സർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ ഫ്രീ ഫയർ വെറുതെ ഇരിക്കുമെന്നാണോ ഗൈസ് നമ്മളെല്ലാവരും വിചാരിച്ചത്? സോ നമുക്ക് എല്ലാവർക്കും ഫ്രീ ഫയർ മാക്സ് കളിക്കാൻ സാധിക്കും. ബട്ട് ഫ്രീ ഫയറിന്റെയും ഫ്രീ ഫയർ മാക്സിന്റെയും സർവർ ഒന്ന് തന്നെയാണ്. സോ നമ്മുടെ ഫ്രീ ഫയറിന്റെ സർവർ ഡൗൺ ആയാൽ എന്തായാലും ഫ്രീ ഫയർ പുതിയ ഒരു സർവർ കൊണ്ടുവരുന്നതായിരിക്കും ഇന്ത്യയിലേക്ക്. ഫ്രീ ഫയർ മാക്സിനൊക്കെ വേണ്ടി മറ്റൊരു സർവർ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫ്രീ ഫയർ. സർവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫ്രീ ഫയർ എന്തായാലും അധികം ടൈമൊന്നും എടുക്കേണ്ടിയൊന്നും വരില്ല. നമ്മുടെ ഇന്ത്യൻ ഫ്രീ ഫയറിന്റെ സർവർ ഒന്നും ഡൗൺ ആക്കാതെ ഗവൺമെന്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ഡാറ്റയെ കുറിച്ചാണ്. ആ ഡാറ്റയുടെ ഇഷ്യൂ ഒക്കെ പരിഹരിച്ചിട്ട് ഫ്രീ ഫയറിന് രണ്ടാമത്, അതായത് നല്ല മാസമായിട്ട് ഫ്രീ ഫയർ കൊണ്ടുവരാം. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലേക്ക് പുതിയ ഇന്ത്യൻ വെർഷൻ ഫ്രീ ഫയർ വരുന്നതായിരിക്കും. എല്ലാ ഡാറ്റയും എല്ലാ ഇഷ്യൂവും പരിഹരിച്ചിട്ട് ഇന്ത്യക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പുതിയ ഒരു ഫ്രീ ഫയർ വരുന്നതായിരിക്കും. ഇപ്പോൾ ഫ്രീ ഫയർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ അൺബാൻ ആവാൻ നോക്കുകയാണ്, അതായത് ബാൻ ആവാതിരിക്കാൻ നോക്കുകയാണ്. നമ്മുടെ ഗവൺമെന്റ് പറയുന്ന ഡാറ്റ ഇഷ്യൂ അത് മാത്രമല്ല ബാക്കി എല്ലാ പ്രോബ്ലംസും ഫ്രീ ഫയർ ഇപ്പോൾ പരിഹരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫ്രീ ഫയർ ബാൻ ആവുന്നത്? ആ ഒരു ഇഷ്യൂ പരിഹരിക്കാനാണ് ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്രീ ഫയർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എല്ലാ ഇഷ്യൂവും പരിഹരിച്ചിട്ട് പ്രോബ്ലം എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്ലേ സ്റ്റോറിലൊക്കെ വീണ്ടും നമ്മുടെ ഫ്രീ ഫയർ കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല അൺബാനും ആവുന്നതായിരിക്കും. ഇനി ഫ്രീ ഫയറും ഫ്രീ ഫയർ മാക്സും ബാൻ ആവുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് പുതിയ ഒരു ഇന്ത്യൻ വെർഷൻ ഫ്രീ ഫയർ വരുന്നതായിരിക്കും. ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള പുതിയ പേരൊക്കെ തിരഞ്ഞെടുത്തിട്ട് ഫ്രീ ഫയർ ഒക്കെ വരാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് മാത്രമായിട്ട്. സോ നമുക്ക് എല്ലാവരും കാത്തിരിക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. ഫ്രീ ഫയർ ചിലപ്പോൾ അൺബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ബാൻ ആവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പുതിയ ഇന്ത്യയിലേക്ക് മാത്രമായിട്ടുള്ള പുതിയ ഇന്ത്യൻ വെർഷൻ ആയിട്ടുള്ള ഫ്രീ ഫയർ വരുന്നതായിരിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീ ഫയറിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും, അത് നെക്സ്റ്റ് ഡിസിഷൻ എന്തായിരിക്കും, ഈ ബാനെ കുറിച്ചുള്ള പുതിയ നീക്കങ്ങളും പുതിയ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് എന്തായാലും ഈ ചാനൽ അടുത്ത വീഡിയോയുമായി കാണാം. സോ മറക്കാതെ നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ കൂട്ടുകാർ ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.